നമസ്കാരം. ഏതം ഫ്ലിക്കിന്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ചില പുതിയ സിനിമ അപ്ഡേറ്റുകളെ കുറിച്ചാണ്. വീഡിയോയിലൊക്കെ കിടക്കും മുമ്പേ ചെറിയൊരു റിക്വസ്റ്റ് ഉണ്ട്. ഇതുവരെ ഈ ചാനൽ സബ് ചെയ്യാതെയാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ കാണുന്നതെങ്കിൽ ദയവായിട്ട് സബ് ചെയ്യുക. മുന്നോട്ട് പോകാൻ നിങ്ങളുടെ സബ് വളരെ അത്യാവശ്യമാണ്. നിങ്ങളുടെ ഓരോ സബും വളരെ വിലപ്പെട്ടതായി ഞാൻ കണക്കാക്കുന്നുണ്ട്. അതുകൊണ്ട് സബ് ചെയ്യാതെ കാണുന്ന സുഹൃത്തുക്കൾ ദയവായിട്ട് ഇപ്പോൾ തന്നെ സബ് ചെയ്യണമെന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുന്നു. ചാവേർ എന്ന സിനിമയ്ക്ക് ശേഷം ടിനു പാപ്പച്ചൻ സംവിധാനം ചെയ്യുന്ന പുതിയ ചിത്രത്തിൽ നായകൻ സജിൻ ഗോപു ആണെന്ന് കേൾക്കുന്നു. കൊല്ലം ബേസ് ചെയ്തുള്ള ഒരു ആക്ഷൻ ത്രില്ലർ ആയിരിക്കും ഈ ചിത്രമെന്നും കേൾക്കുന്നുണ്ട്. സജിൻ ഗോപുവിനെ കൂടാതെ പുതുമുഖങ്ങളായിരിക്കും ഈ ചിത്രത്തിൽ ഉണ്ടാകുക എന്നാണ് അറിയാൻ സാധിച്ചത്. എന്തായാലും വ്യത്യസ്തമായ ഒരു ആക്ഷൻ ത്രില്ലർ നമുക്ക് ടിനു പാപ്പച്ചന്റെ അടുത്ത മൂവിക്കായി കാത്തിരിക്കാം. ARM, നരിവേട്ട, രേഖാചിത്രം, മാർക്കോ എന്നീ സിനിമകളുടെ എഡിറ്ററായ സമീർ മുഹമ്മദ് സംവിധാന രംഗത്തേക്ക് വരുന്നു. അദ്ദേഹത്തിന്റെ പുതിയ ചിത്രം പൃഥ്വിരാജ് സുകുമാരന്റെ കൂടെ ആയിരിക്കും എന്നാണ് അറിയാൻ സാധിച്ചത്. ഒരു ആക്ഷൻ ത്രില്ലർ മൂഡിലുള്ള ഈ ചിത്രം പ്രീ പ്രൊഡക്ഷൻ വർക്കുകൾ ഉടൻ തന്നെ ആരംഭിക്കും എന്നാണ് അറിയാൻ സാധിച്ചത്. ഒഫീഷ്യലായിട്ടുള്ള കൺഫർമേഷൻ ഇതുവരെ വന്നിട്ടില്ല. മമ്മൂക്കയും നസ്ലനും SJ സൂര്യയും ഒരു സിനിമയിൽ ഒന്നിക്കുന്നു എന്ന റൂമറാണ് ഇപ്പോൾ പുതിയതായി വന്നിട്ടുള്ളത്. ഈ പ്രോജക്റ്റ് നടക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്നും ട്രാക്കർമാർ പറയുന്നു. മലയാളത്തിൽ ഇപ്പോൾ കത്തി നിൽക്കുന്ന ഒരു ഡയറക്ടറായിരിക്കും ഇത് സംവിധാനം ചെയ്യുക എന്നും അതുപോലെ തന്നെ വലിയ ഹിറ്റായ 2 സിനിമകളുടെ 2 തിരക്കഥാകൃത്തുക്കളായിരിക്കും ഇതിന് സ്ക്രീൻ പ്ലേ എഴുതുന്നതെന്നും അറിയാൻ സാധിച്ചിട്ടുണ്ട്. എന്തായാലും മമ്മൂക്കയുടെ ഗംഭീര തിരിച്ചറിവ് ഈ ചിത്രത്തിലൂടെ തന്നെ ആവട്ടെ എന്ന് നമുക്ക് ആശിക്കാം. ലെജൻഡറി ഡയറക്ടർ സത്യൻ അന്തിക്കാടിന്റെ മകനായ അനൂപ് സത്യന്റെ ഏറ്റവും പുതിയ സിനിമ ലാലേട്ടനോടൊപ്പമായിരിക്കുമെന്ന് പുതിയ വിവരങ്ങൾ വരുന്നു. ഒരു റൊമാൻറ്റിക് റോഡ് മൂവി ആയിരിക്കും ഈ ചിത്രം എന്നും അറിയാൻ സാധിച്ചിട്ടുണ്ട്. ലാലേട്ടനെ കൂടാതെ മുകേഷ്, ഹിന്ദിയിൽ നിന്ന് ഗ്രേറ്റ് ലെജൻഡറി നസറുദ്ദീൻ ഷാ എന്നിവർ കൂടി ഈ ചിത്രത്തിന്റെ ഭാഗമാകുന്നുണ്ട്. ഇതിന് മ്യൂസിക് നൽകുന്നത് AR റഹ്മാൻ ആയിരിക്കുമെന്നും അതിന്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നുവെന്നും ആണ് ഇപ്പോൾ അറിയാൻ സാധിച്ചത്. എന്തായാലും ഈ സിനിമ സംഭവിക്കുകയാണെങ്കിൽ അത് വ്യത്യസ്തമായ അനുഭവമായിരിക്കും നമുക്ക് നൽകുക എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. വളരെ പ്രതീക്ഷ നൽകുന്ന പ്രോജക്റ്റുകളാണ് മലയാളത്തിൽ വരാനിരിക്കുന്നത്. ഒരിക്കൽ കൂടി പറയുന്നു, ചാനൽ ഇതുവരെ സബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ ദയവായി ഇപ്പോൾ തന്നെ സബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. കൂടുതൽ സിനിമാ വിശേഷങ്ങളുമായി മറ്റൊരു വീഡിയോയുമായി വരാമെന്ന പ്രതീക്ഷയോടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം.